ഇന്ത്യക്ക് വേണ്ടി വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി ഇന്ന് വേൾഡ് ചാമ്പ്യനായി നിൽക്കുന്ന ഗുകേഷിനെ പറ്റി എല്ലാവരും കേട്ട് കാണും. പക്ഷേ ഈ ചാമ്പ്യൻഷിപ്പിലൂടെ ആ പയ്യൻ ഈ പ്രായത്തിൽ നേടിയെടുത്ത 11.45 കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ടാക്സ് ആയി കെട്ടേണ്ടി വരുന്ന എമൗണ്ട് 4.67 കോടി രൂപയാണ്. ഈ ഒരു നിലയിലെത്താൻ ഗുകേഷിന് വേണ്ട സാമ്പത്തിക സഹായം നൽകിയിരുന്നത് തന്റെ കുടുംബമായിരുന്നു. കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ അച്ഛന്റെ ജോലി ഉപേക്ഷിച്ച് കൂടെ പോകുമ്പോൾ അമ്മ സമ്പാദിച്ച പണത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് ആ പയ്യൻ ഇന്ന് ഈ അംഗീകാരം നേടിയെടുത്തത്. നമ്മുടെ രാജ്യം അതർ സോഴ്സ് ഓഫ് ഇൻകം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇങ്ങനെ എന്തൊക്കെയോ കാറ്റഗറീസ് വെച്ച് ഏകദേശം പ്രൈസ് എമൗണ്ടിൽ നിന്ന് 40 മുതൽ 41% വരെ ആ പയ്യൻ ടാക്സ് അടയ്ക്കണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത്. പൊതുവായി ചോദിക്കുന്നതാണ്, ഈ ഒരു പ്രൈസ് എമൗണ്ടിനെ എങ്ങനെയാണ് അതർ സോഴ്സ് ഓഫ് ഇൻകം പട്ടികയിൽ കൂട്ടുന്നത്? ആ പയ്യൻ മറ്റൊരു രാജ്യത്ത് പോയി ലോട്ടറി വിജയിച്ചു വന്നിരിക്കുകയല്ല. നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് ചെസ് കളിച്ച് വിജയിച്ചു വന്നപ്പോൾ ആ പയ്യന് കിട്ടിയ പ്രശസ്തി നമ്മുടെ രാജ്യത്തിന് വേണം. കൂടെ ടാക്സ് എന്ന പേരിൽ പൈസയും. നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യം ഡെവലപ്ഡ് ആകണമെങ്കിൽ ടാക്സസ് പിടിക്കണം, ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ പ്രതിനിധീകരിച്ച് ഈ പ്രായത്തിൽ ഗുകേഷ് നേടിയത് ഒരു വലിയ വിജയമാണ്. ആ വിജയത്തിന് ഫെഡറേഷൻ നൽകിയ ഒരു വലിയ എമൗണ്ടിൽ പോയി കൈയിട്ട് വരുന്നത് ശരിയാണോ? ലോട്ടറി ജയിക്കുന്ന ഒരാൾക്കും വേൾഡ് ചാമ്പ്യനായി വന്ന ഗുകേഷിനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നമ്മുടെ രാജ്യം നൽകുന്നത്?